ശ്രീ ജയചന്ദ്രൻ, നോക്കൂ, ഇപ്പോൾ എല്ലാ ചാനലുകളിലും ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ജനം ടി വിയുടെ സൃഷ്ടിയല്ല. താങ്കൾ ഒരുപക്ഷെ കാണുന്നുണ്ടാവും. ഈ ഇടവേളയിൽ ചാനൽ മാറ്റി നോക്കിയപ്പോൾ ചിലപ്പോൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അത് ഇപ്പോൾ നോക്കൂ, വലിയ അന്തരം, വലിയ പൊരുത്തക്കേട്. ഇനി എന്ത് മറുപടി പറയും? മാത്രമല്ല, ഇതൊക്കെ ആരുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കും? ഈ ഈ ഈ പറഞ്ഞ റിപ്പോർട്ട് ആരുടേതാണ്? വിജയൻ ആൻഡ് വിജയൻ അസോസിയേറ്റ്സ് ആണോ, അതോ പിന്നെ നമ്മുടെ സ്പെഷ്യൽ കമ്മീഷണർ ശ്രീ ജയകൃഷ്ണന്റേതാണോ? സ്പെഷ്യൽ കമ്മീഷണറുടെ ഓഡിറ്റ് റിപ്പോർട്ടാണ്. വിജയൻ ആൻഡ് വിജയൻ അസോസിയേറ്റ്സ് അല്ല അല്ലേ? അല്ല. ഞാനിത് വിജയൻ ആൻഡ് വിജയൻ അസോസിയേറ്റ്സിന്റെ ആണെങ്കിൽ അതിന്റെ കുറച്ച് കാര്യങ്ങൾ കേട്ടിരുന്നു. പക്ഷെ ഇത് അദ്ദേഹം കൊടുത്തതായിട്ട് മാത്രം ഞാൻ മനസ്സിലാക്കി. അല്ല, ഈ സ്പെഷ്യൽ കമ്മീഷണർ ഒരുപക്ഷെ, കാരണം ഒരു സ്വകാര്യ ഏജൻസിയാണ് ചുമതലപ്പെടുത്തിയത്, ദേവസ്വം ബോർഡ്. ആ റിപ്പോർട്ടാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ താങ്കൾ പറഞ്ഞ അവർ തന്നെയായിരിക്കും. അത് പുറത്തു വന്നിട്ടുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിനാണ് ഓഡിറ്റിംഗ് കൊടുത്തത്. അതെ, അത് ഈ വിജയൻ ആൻഡ് വിജയൻ അസോസിയേറ്റ്സ് ആണെന്നോ അതെനിക്കറിയാം. അദ്ദേഹം സ്പെഷ്യൽ കമ്മീഷണർ ശ്രീ ജയകൃഷ്ണൻ, ജഡ്ജ് ഉണ്ടല്ലോ, അറിയുമല്ലോ താങ്കൾ. അദ്ദേഹം ഇന്നൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് വേറെ. അത് പക്ഷേ ഹൈക്കോടതി ഓപ്പൺ ചെയ്തതായിട്ട് ഞാൻ വൈകുന്നേരം വരെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. ഇതെനിക്കറിയാമായിരുന്നു, ഈ വിജയൻ ആൻഡ് വിജയൻ അസോസിയേറ്റ്സിന്റെ. അത് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ആ അബ്സ്ട്രാക്ട് ആയിട്ട് തന്നെ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ മറ്റേ ഞാൻ പറഞ്ഞില്ലേ, ഈ ഊരാളുങ്കലിന്റെ സബ് കോൺട്രാക്ട് കൊടുത്ത കക്ഷികൾ, അവര് പ്രോപ്പറായിട്ട് വൗച്ചർ പോലും, പിന്നെ ഈ ഫീൽഡ് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഏതാണ് ഈ ഗ്രൗണ്ട് റിയാലിറ്റീസ് ഉള്ള വൗച്ചേഴ്സ് ഉണ്ടല്ലോ, അവിടെ നിന്ന് തന്നെ ശേഖരിക്കേണ്ടത്, അതുപോലും കളക്ട് ചെയ്തിട്ട് ഇല്ലായിരുന്നു ഈ സബ് കോൺട്രാക്ടേഴ്സ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അതൊക്കെ പിന്നെ അത് സംബന്ധിച്ചല്ല ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ, അതാണ് വിശ്വസനീയമായി നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്ന സംഗതിയാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ അതെന്ന് പറയുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് ഏത് തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ശരി, അത് ഹൈക്കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന കേസിൽ വളരെ പിന്നെ കണിശമായ നിശ്ചിതമായ നിരീക്ഷണങ്ങൾ, നടപടികൾ ഉണ്ടാവുന്ന കാര്യം നമുക്ക് ഇതുവരെ യാതൊരു സംശയമില്ലാത്ത കാര്യമാണല്ലോ. അത് വന്നോട്ടെ. പക്ഷെ അപ്പോഴും ഈ ഇതിൻ്റെ അകത്ത് കേൾക്കുമ്പോഴുള്ള, താങ്കൾ പറഞ്ഞത് കേട്ടപ്പോഴുള്ള വ്യത്യാസം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ കൃത്യമായിട്ട് അറിയാം എനിക്ക്, ഈ കൊടുത്ത 3 കോടി രൂപയുടെ കണക്ക് എനിക്ക് അറിയാം, കൊടുത്തു എന്നുള്ളത്, തിരിച്ചു കൊടുത്തതാണ്. പിന്നെ ബാക്കി അതിനിടെ പൈസ പാസ്സായിട്ടുണ്ട്, ഏതാനും ദിവസങ്ങളും കിട്ടുമ്പോൾ അതും പിന്നെ വരുന്ന ഒരു മിച്ചം ഒരു 1/2 കോടി രൂപയുടെ പ്രശ്നം കൂടി അവരുടെ മുമ്പിൽ ഉള്ളൂ. വാസ്തവത്തിൽ ദേവസ്വം ബോർഡിന് മുമ്പിൽ തീർക്കാനുള്ള വസ്തുത എന്ന് പറഞ്ഞാൽ അത് പിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള അടുത്ത ദേവസ്വം ബോർഡ് തീരുമാനിക്കാനാണ് പ്രസിഡന്റ് ഉൾപ്പെടെ സ്പോൺസർഷിപ്പ് തുകയൊക്കെ സമാഹരിച്ച ശേഷം ഭംഗിയായിട്ട് നടത്തിയ പോരായിരുന്നോ? നിങ്ങൾക്ക് അങ്ങനെ ഭക്തരോട്, അയ്യപ്പ ഭക്തരോട് അല്ലെങ്കിൽ വിശ്വാസികളോട് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഇത് ഭംഗിയായിട്ട് നടത്തിക്കൂടായിരുന്നോ? ഇത് തട്ടിക്കൂട്ടിയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്? ആ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു സംഗമം സംഘടിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ലേ? ഒരു സംശയമില്ല അക്കാര്യത്തിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അല്ല ശ്രീ ജയേന്ദ്രൻ, ആൾക്കാർ പറയുമ്പോ ഓക്കെ, അതൊക്കെ അല്ല ഞാൻ പറയാം ഇത് അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ ആ ഭാഗം അറിയാൻ വയ്യാത്ത ആൾക്കാർ പറയുമ്പോ ഓക്കെ. താങ്കളെ പോലെ പറയുമ്പോൾ എന്നിട്ട് ഗോവിന്ദ മാഷടക്കം പറഞ്ഞു ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ഞാൻ ഗോവിന്ദ മാഷയോ പിണറായി വിജയനെയോ ഒന്നുമല്ല ഇക്കാര്യത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും പറയുന്നതും. അതല്ല എന്റെ പോയിന്റും, അതല്ല ഞാൻ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോ പിന്നെ ഒരു കാര്യം സ്പോൺസർ ചെയ്യുന്നു, ഒരു ഫംഗ്ഷൻ, പിന്നെ താങ്കളുടെ മീഡിയ ഹൗസിന്റെ പ്രധാനപ്പെട്ട ഒരു ചുമതലക്കാരനാണല്ലോ. ഒരു സംഗതി, ഒരു ഫംഗ്ഷൻ സ്പോൺസർ ചെയ്താൽ അഡ്വാൻസ് ആയിട്ട് പണം തരുകയല്ലല്ലോ ചെയ്യുന്നത്. പരിപാടി കഴിഞ്ഞിട്ട് സ്പോൺസർഷിപ്പിന്റെ തുക തരും. അതാണ് ഇവിടെയും നടക്കുന്ന രീതി, അതാണല്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നോക്കൂ, ഇതിൽ 2 സ്പോൺസർമാർ ബാങ്കുകളാണ്. ഒന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ധനലക്ഷ്മി ബാങ്ക്, അതായത് ഈ ശബരിമലയിലെ അക്കൗണ്ട് എല്ലാം ധനലക്ഷ്മി ബാങ്കിലാണ്. അപ്പോൾ അവർക്ക് നിങ്ങൾ പറയുന്ന പണം എടുത്തു തരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
രണ്ടാമത്തേത് കേരള ബാങ്കാണ്. കേരള ബാങ്കും CPM-ന്റെ നിയന്ത്രണത്തിലുള്ളതാണ് അല്ലേ? അപ്പോൾ നേരത്തെ തന്നെ പണം സർക്കാർ ചോദിച്ചാൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ ഇവർക്ക് സാധിക്കും. ശരിയല്ലേ അത്? അദാനിയുടെ കാര്യം എനിക്കറിയില്ല. അദാനിക്ക് എന്തെങ്കിലും അല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല കേട്ടോ. അദാനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും അല്ല, ആർക്കും കഴിയില്ല. അല്ല ഇവര് ഫംഗ്ഷൻ കഴിയട്ടെ, നിങ്ങൾ ബില്ലുമായിട്ട് വരൂ, തരാം. ഇതാണ് എല്ലാരും പറയുക. നമ്മളൊക്കെ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യുക. ക്ഷമിക്കണം, അഡ്വാൻസ് തരുന്നവരുണ്ട്, അഡ്വാൻസ് തുക തരുന്നവരുണ്ട്, മുഴുവൻ തുകയും തരുന്നവരുണ്ട്. ഞാൻ കള്ളം പറഞ്ഞതല്ല. അല്ല, ഞാനൊന്നും ആരോപിക്കുന്നില്ലല്ലോ. താങ്കൾ കള്ളം പറഞ്ഞു, എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ഡിബേറ്റിംഗ് പോയിന്റ് അതല്ലാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കും സൂചിപ്പിച്ചത് മാത്രം. അത് വിട്ടുകളയും. എന്തായാലും ഈ പണം 3 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. 1 കോടി രൂപ കൊടുക്കാനുള്ളത് ഏതാനും ദിവസങ്ങൾക്കകം അവർക്ക് കിട്ടുകയും ചെയ്യും. വിഷയം അതല്ലല്ലോ. നിശ്ചയമായും അല്ല. 8 കോടി ഇല്ല, 4.5 കോടിയേ ചെലവുള്ളൂ. അത് ഉറപ്പായിട്ടും ഞാൻ പറയുകയാണ്, 4.5 കോടിയേ ചെലവുള്ളൂ ആ പദ്ധതിക്ക്, ആ പരിപാടിക്ക്. 4.5 കോടിയിൽ ഈ പറഞ്ഞ താങ്കൾ പറഞ്ഞ കുമരകത്തെ അപ്പൊ നഷ്ടം 3.5 കോടിയാണെന്ന് പറയുന്നത് എങ്ങനെയാ? അതാണ് അത്. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ വൗച്ചറുകൾ അടക്കം വരാനുണ്ട് എന്ന് ഞാൻ ഈ വിജയൻ അസോസിയേഷന്റെ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് വരാനുണ്ട്. ഇതിൽ കുറെ അധികം സാധനങ്ങൾ വരാനുണ്ട്, ബില്ലുകളായി തന്നെ വരാനുണ്ട്. പ്രധാനപ്പെട്ട ചില ഇനങ്ങൾ വന്നിട്ടില്ല. പിന്നെ ഏറ്റവും പറയുന്നത് മോശമാണെങ്കിൽ അതുകൂടെ ഞാനൊന്ന് പറയുകയാണ് കേട്ടോ. ഈ ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പോലും ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ ഇതിൽ അടിച്ചുമാറ്റൽ നടന്നാണല്ലോ കോടതി തന്നെ പറയുന്ന. അടിച്ചുമാറ്റൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം കണക്ക് കാണുന്നില്ല. കോടതി പറഞ്ഞു, നോക്കൂ, കോടതി പറഞ്ഞു കോടതിയുടെ ഭാഗത്ത്, അതായത് കാണുന്നില്ല, കണക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ കണക്കല്ല എന്ന് പറഞ്ഞാൽ അടിച്ചുമാറ്റല്ലേ. മാത്രമല്ല 8 ലക്ഷം രൂപയുടെ കലാപരിപാടി നടത്തി. പക്ഷേ ഈ ഓഡിറ്റിങ്ങിന് വൗച്ചർ ഹാജരാക്കിയത് 2 ലക്ഷം രൂപയുടെയാണ്. 6 ലക്ഷം രൂപ എങ്ങോട്ട് പോയി? ആരുടെ പോക്കറ്റിലോട്ട് പോയി? അല്ല, ഞാനത് ഇതിപ്പോ ഇവരുടെ യുവരാജും തൗഫീഖും പറഞ്ഞ ചില ആക്ഷേപങ്ങൾ കൂടെ ഉണ്ടല്ലോ നമ്പ്യാർ. എനിക്ക് അതിനൊരു 2 മിനിറ്റ് തരുമോ ഒന്ന് പ്രതികരിക്കാൻ? പ്രതികരിച്ചോ? യെസ്. അല്ല, യുവരാജ് ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് യുവരാജനെ സംബന്ധിച്ച്. അതുപോലെ തന്നെയാണ് തൗഫീഖ്. പിന്നെ ഞാന് ആരുടെയെങ്കിലും ചെലവിൽ ചർച്ചയ്ക്ക് പോകുന്ന ആളെ അല്ല എന്ന് താങ്കൾക്ക് ഒരുപക്ഷെ അത്ര അറിയില്ലായിരിക്കും, നല്ല പേർക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആരെങ്കിലും റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ആളുമല്ല ഒരു ചർച്ചയിലും. ഇപ്പൊ ഈ ഇടത് നിരീക്ഷകൻ എന്ന എന്റെ പേരിനൊപ്പം ടാഗ് ചെയ്യുന്നത് ഞാനല്ല, അന്നന്റെ പണിയാണത്. ഇടത് നിരീക്ഷകനാക്കുന്നതൊക്കെ അദ്ദേഹത്തിന്റെ പണിയാണ്. മറ്റു ചാനലുകളിൽ മറ്റുള്ളവരാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന പണിയല്ല. എന്നെ എങ്ങനെ ടാഗ് ചെയ്യണം എന്ന് ചോദിക്കാറില്ല, ഞാനത് ആവശ്യപ്പെടാറുമില്ല. അതെന്റെ രീതിയല്ല. അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നു, ഞാൻ എന്റെ അഭിപ്രായം പറയുന്നതിനപ്പുറത്തേക്ക് ഞാൻ ആരുടെയെങ്കിലും പിണിയാളായിട്ടോ ആർക്കെങ്കിലും വേണ്ടി വന്ന് ന്യായീകരിക്കാനോ അതെന്റെ ജോലിയല്ല, ഞാൻ ചെയ്യുകയുമില്ല. എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയും. പിന്നെ നിലപാട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പൊതുവിൽ അറിയാൻ പറ്റുമല്ലോ. എന്താണ് എന്റെ നിലപാട്, പൊതുവിൽ രാഷ്ട്രീയ വീക്ഷണം എന്താണ്, അതൊക്കെ ഇതുവരെയുള്ള എന്റെ ഇടപെടൽ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഒരു പാർട്ടിസാൻ നിലപാടിൽ നിന്നുകൊണ്ട് ചർച്ചകളെ സമീപിക്കുകയോ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുന്ന ആളെയല്ല. പിന്നെ തൗഫീഖിനോട് പറയാനുള്ള ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആസ് എ പൊളിറ്റിക്കൽ വർക്കർ, ഈ സെപ്റ്റംബർ 20-നാണ് തീരുമാനിച്ചത് ആഗോള അയ്യപ്പ സംഗമം. 16-ാം തീയതി രാത്രിയിൽ ഏഷ്യാനെറ്റിൽ ഈ ഉണ്ണിപ്പോറ്റിയുടെ ഒരു ബൈറ്റ് വരികയാണ്. ഒന്നല്ല, ഒരു അഭിമുഖം പോലെ വരികയാണ്. ദ്വാരപാലക പീഠങ്ങൾ ശബരിമലയിൽ സന്നിധാനത്ത് നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു, കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോ സഭ ചേരുകയാണ്, നിയമസഭ. തൊട്ടടുത്ത ദിവസം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഈ പ്രശ്നം ഉന്നയിക്കുന്നു. തലേ ദിവസം ഏഷ്യാനെറ്റിൽ ഇങ്ങനെ
ഇങ്ങനെ സംഭവം വന്നു. സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വാസവൻ മന്ത്രി ഇപ്പൊ തന്നെ രാജിവെക്കണം. പ്രശാന്ത് പ്രസിഡന്റാണ് ദേവസ്വം ബോർഡിന്റെ, അയാളെ പിടിച്ച് പുറത്താക്കണം ഇപ്പൊ തന്നെ, ഇന്ന് തന്നെ എന്ന് പറഞ്ഞ് അവിടെ ഭയങ്കര ബഹളമാകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ സംഗമം കഴിയുന്നു. അത് കഴിഞ്ഞ് 23-ന് പിന്നെ ഈ സംഘപ്രസ്ഥാനങ്ങളുടെ പരിപാടി ഉണ്ടല്ലോ പന്തളത്തെ, അത് കഴിയുന്നു. അതിന് തൊട്ട് പിറ്റേ ദിവസമാണ് ഈ പിന്നെ ഇയാളുടെ പിന്നെ സഹോദരിയുടെ ആറ്റിങ്ങലെ വീട്ടിൽ നിന്ന് ദ്വാരപാലക പീഠങ്ങൾ ആരുടെ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയാണ്. അവൻ ഈ നമ്മളെ അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒരു ദൈവം എന്നുള്ള നിലയിൽ ആരാധിക്കുകയാണെങ്കിൽ അത്തരക്കാർക്ക് മനസ്സിലാവും ഇതിന്റെ പ്രേരക ശക്തിയാവുന്നത്. ഇങ്ങനത്തെ കേസ് തുടങ്ങാൻ പ്രേരിപ്പിക്കുന്നത് സാക്ഷാൽ അയ്യപ്പൻ തന്നെയാണ്. അല്ലെങ്കിൽ ദ്വാരപാലക പീഠം കാണാതായി എന്ന് പറഞ്ഞാൽ ഉണ്ണിപ്പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇത് കണ്ടെടുക്കാൻ പറ്റില്ലല്ലോ. അത് വിജിലൻസ് തന്നെയാണ് കണ്ടെടുക്കുന്നത്, സനൽകുമാർ SP കണ്ടെടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഒരു തുടർച്ച ഇങ്ങനെ ഇതുവരെ ഉണ്ടാവുകയാണല്ലോ. അത് അതിന്റെ ഡ്യൂ കോഴ്സിൽ പോവട്ടെ. അത് നമ്മുടെ മുമ്പിലുള്ള വിഷയത്തിൽ നമുക്ക് തീരുമാനം ചെയ്യാൻ പോറ്റിയുടെ ആ പരാമർശം അത് നിദാനമായി അതിന് അദ്ദേഹത്തോട് നന്ദി അല്ലല്ല അയാളുടെ ഉദ്ദേശം, അയാളുടെ മോട്ടീവ് എന്തായിരുന്നു? ഇതിനെ എങ്ങനെ ടോർപിഡോ ചെയ്യാൻ കഴിയുമെന്നുള്ളതായിരുന്നു. ഒരിക്കലും അങ്ങനെ സർക്കാരിന്റെ ആണെന്ന് പറയുന്നു. അല്ല സർക്കാരിന്റെ ആണെന്ന് പറയുന്നു. ഇപ്പൊ ടോഫിക്ക് പറഞ്ഞത് സർക്കാരിന്റെ ആണെന്ന് പറയുന്നു. ദേവസ്വം ബോർഡിന്റെ ആണെന്ന്, ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങൾ അത് അറിയാമെന്ന് എനിക്ക് മനസ്സിലാവും. അത് അതിന്റെ ഡീറ്റെയിൽസ് സമയമില്ല പറയാൻ. അതാണ്. പക്ഷേ ടോർപിഡോ വെക്കൽ നടന്നില്ല എന്നുള്ളതിന്റെ പിന്നാമ്പുറങ്ങളാണ് പിന്നെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. പിണറായിയുമായും വാസവനുമായും പ്രശാന്തുമായും അതുപോലെ പത്മകുമാറുമായിട്ടൊക്കെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന, കടകംപള്ളിയുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരിക്കലും ഇത് ടോർപിഡോ ചെയ്യാൻ ഈ ഒരു ഇടപെടൽ നടത്തില്ല. 100% ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ വരാഞ്ഞേ? അവര് തമ്മിൽ കൊള്ള മുതൽ പങ്കുവെക്കുന്നതിൽ എന്തെങ്കിലും തെറ്റിപ്പിടിഞ്ഞാണ്. അതെ അതെ. സാർ കാടടച്ച് വെടിവെക്കുമ്പോ തിരിച്ചത് തന്നെയല്ലേ സാർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലല്ല, ഉണ്ടായില്ല വെടിയല്ല. അങ്ങനെ അത് കൊള്ളാതെ ഏത് കൊള്ള ഏത് മുതൽ? അതെ, ഒരു കൊള്ളയും നടന്നിട്ടില്ല ശബരിമലയിലെ, ഒരു കൊള്ളയും നടന്നിട്ടില്ല. എല്ലാം ഭംഗിയായിട്ടാണ് പോകുന്നത്. ഹൈക്കോടതിക്ക് എന്തോ കുഴപ്പമുണ്ട്, SIT കൊണ്ട് അന്വേഷിപ്പിക്കുന്ന വെറുതെയാണ്, വാസു അകത്ത് വെറുതെയാണ്, അകത്ത് കിടക്കുന്ന വെറുതെയാണ്, അല്ലെ എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി അകത്ത് കിടന്ന വെറുതെയാണ്. ഇതെല്ലാം വെറുതെയാണ്. ഒരു തരത്തിലുള്ള കൊള്ളയും നടന്നിട്ടില്ല. ഒരു മോഷണം മുതൽ ആരും പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. എല്ലാം സർവമായ. ദൈവത്തിന് നിങ്ങൾ മതവിശ്വാസികൾ ദൈവത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന് ശക്തി കൊടുക്കേണ്ടതില്ല. ആ പണി ഇപ്പോ ഇടതുപക്ഷം എടുത്തിരിക്കുകയാണണല്ലോ. അതാണല്ലോ ആഗോള അയ്യപ്പ സംഗമം ഒക്കെ നടത്തുന്നത്. ഇടതുപക്ഷം എടുത്തിരിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ശക്തിയുണ്ട്.